ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾസ്റ്റാക്ക് സൊല്യൂഷൻസ്. ബ്രാൻഡ് മാനേജ്മെൻറ്റ് പാർട്ട് 2 ആണത്. ലാസ്റ്റ് എപ്പിസോഡ് പുതിയൊരു ബ്രാൻഡ് ആഡ് ചെയ്യാനുള്ള പേജ് റെൻഡർ ചെയ്തു. ഇന്ന് നമുക്ക് പുതിയൊരു ബ്രാൻഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രാൻഡിൽ നെയിമും ഉണ്ടാവും, ഒരു ഇമേജും ഉണ്ടാവും. സോ നമ്മൾ VS കോഡിൽ വന്നതിന് ശേഷം മൾട്ടർ നമ്മൾ കോൺഫിഗർ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ റിക്വസ്റ്റ് റെസ്പോൺസ് അല്ല, അവിടെ ഫയലാണ്, നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫയലാണ് അവിടെ പാരാമീറ്ററിൽ നമ്മൾ റിസീവ് ചെയ്യണത്. സോ നമ്മൾ ഡെസ്റ്റിനേഷനിലും ഫയൽ നെയിമിൻ്റെ അവിടെ റിക്വസ്റ്റിന് ശേഷം ഫയൽ എന്ന് കൊടുക്കണം. അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ബ്രാൻഡ് .egs ഫയൽ വന്നതിന് ശേഷം നമുക്ക് ബ്രാൻഡിൻ്റെ ഫോമിൽ സബ്മിറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സോ റൂട്ട് വരുന്നത് /admin ആഡ് ബ്രാൻഡ് മെത്തേഡ് പോസ്റ്റ് തന്നെ. നമുക്കിവിടെ ടൈപ്പ് മൾട്ടി പാർട്ട് ഫോം എന്നുള്ളത് ആക്കി മാറ്റണം. താഴെ വന്നതിന് ശേഷം നമ്മൾ ബ്രാൻഡ് ആഡ് ചെയ്യുന്ന ടേബിളിൽ ഇവിടെ നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ബ്രാൻഡിൻ്റെ ഡാറ്റ നമ്മളിവിടെ റിസീവ് ചെയ്ത് ഈ ടേബിളിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. സോ ഡാറ്റ ഡോട്ട് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് ഓരോ ബ്രാൻഡും റിസീവ് ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കണം ഏറ്റവും ആദ്യം ടേബിളിൽ മുകളിൽ കാണിക്കേണ്ടത്. സോ ആ അറേ നമ്മൾ ഫോർ ഈച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇറ്ററേറ്റ് ചെയ്തിട്ട് ടേബിളിൽ ഓരോ റോയിലും ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച്. ദെൻ ഇവിടെ പാരന്തസിസും ഓപ്പൺ ചെയ്യുന്നു. ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ. നമുക്ക് ടേബിളിൻ്റെ എൻഡിങ് തൊട്ട് മുന്നേ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്യണം. നമുക്ക് ആദ്യം വരുന്നത് ബ്രാൻഡിൻ്റെ നെയിമാണ്. സോ ബ്രാൻഡ് നെയിം ഇത് ബാക്ക് എൻഡിൽ നിന്ന് വരുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ അത് കോൺഫിഗർ ചെയ്യും. സോ നെയിമും തൊട്ടടുത്ത് ഇമേജും ആ രീതിയിലാണ് നമ്മൾ ഡിസ്പ്ലേ കാണിക്കുന്നത്. സോ നമ്മൾ ആദ്യം നെയിം ആക്സസ് ചെയ്തു. ഇതിൻ്റെ രണ്ടാമത്തെ കോളത്തിലായിട്ട് നമുക്ക് ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. സോ സോഴ്സിൽ നമ്മൾ അപ്ലോഡ്സ്, നമുക്ക് പബ്ലിക് ഫോൾഡറിനകത്ത് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഇമേജ് എന്ന് പറഞ്ഞ ഒരു സബ് ഫോൾഡർ. ബ്രാൻഡ് ഇമേജ് ഈ ഫോൾഡറിലേക്കായിരിക്കും നമ്മൾ ബ്രാൻഡിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഓൾട്ടർനേറ്റ് നെയിമും ഇതന്നെ കൊടുക്കാം. ഓൾട്ടർ എന്ന് പറഞ്ഞാൽ അൾട്രിബ്യൂട്ട് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്ന് അറിയാലോ അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ട് നെറ്റൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഇമേജിന് പകരമായിട്ട് ഈ നെയിം ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമുക്കിനി റൂട്ട് സെറ്റ് ചെയ്യാം.
സോ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ടർ.പോസ്റ്റ് റൂട്ടിൻ്റെ നെയിം നമ്മൾ കൊടുത്തിരിക്കുന്നത് ആഡ് ബ്രാൻഡ് അഡ്മിൻ ഓത്ത് ഡിലിവെയർ ആഡ് ചെയ്യുന്നു. ദെൻ മൾട്ടറിൻ്റെ മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതിൻ്റെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ്സ് ഡോട്ട് സിംഗിൾ, കാരണം ഒരു ഇമേജ് ഉള്ളൂ. സോ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടെങ്കിൽ ഡോട്ട് അറേ എന്നാണ് യൂസ് ചെയ്യുന്നത്. സോ ഇമേജ് ദെൻ അത് ഈ റൂട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് കൺട്രോളർ ഡോട്ട് ആഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അസിങ്ക് ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണം. കോൺസ്റ്റ് ആഡ് ബ്രാൻഡ് നമുക്ക് ട്രൈ ക്യാച്ചിനകത്ത് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ബ്രാൻഡ് നെയിം അത് ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് ബ്രാൻഡ് റിക്വസ്റ്റ് ബോഡി നെയിം. ഡാറ്റാബേസിൽ നിന്ന് ബ്രാൻഡ് ഫൈൻഡ് ചെയ്യാം. അത് ഡാറ്റാബേസിലില്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് വാലിഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതൊരു ബേസിക് സ്ട്രക്ചർ ആയിരിക്കും. സോ ഓൾറെഡി ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എററും കാര്യങ്ങളും, പിന്നെ ബ്രാൻഡിൻ്റെ നെയിം അത് ഇങ്ങനെയായിരിക്കണം, ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡീഷണലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. സോ ബ്രാൻഡ് ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആദ്യം ഇമേജ് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഇമേജ് ആക്സസ് ചെയ്യുന്നു. നമ്മളൊരു പുതിയൊരു ബ്രാൻഡ് ഡാറ്റാബേസിലോട്ട് ക്രിയേറ്റ് ചെയ്ത് ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യുന്നു. നമ്മൾ മൾട്ടർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആ ഫയൽ നെയിം വെച്ചിട്ടായിരിക്കും ഡാറ്റാബേസിലോട്ട് ഇമേജ് സേവ് ചെയ്യുന്നത്. കാരണം അത് യുണീക്ക് ആയിരിക്കണം. ഓരോ ഇമേജും യുണീക്കായിട്ടായിരിക്കും നമ്മൾ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. await new brand dot save. റീഡയറക്റ്റ് ചെയ്തിട്ട് സെയിം പേജിലോട്ട് തന്നെ, ബ്രാൻഡിൻ്റെ പേജിലോട്ട് തന്നെ റീഡയറക്റ്റ് ചെയ്യുന്നു. ക്യാച്ചിൽ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പേജ് എറർ. എക്സ്പോർട്ട് ചെയ്യാം. ആഡ് ബ്രാൻഡ്.
ഓക്കെ, നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ബ്രാൻഡ് നെയിം, ഫയൽ നെയിം ഫയൽ അപ്ലോഡ് ചെയ്യാം. ആഡ് ബ്രാൻഡ്. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. സോ പുതിയൊരു ബ്രാൻഡ് ആഡ് ചെയ്തു. ഇനി റിമൈനിങ് ബ്രാൻഡ് മാനേജിലെ റിമൈനിങ് ഫീച്ചേഴ്സ് നമുക്ക് ബ്ലോക്കും ലിസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് എപ്പിസോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.